പുതിയ സംസ്ഥാനം രൂപീകരിച്ചവരെന്ന ക്രെഡിറ്റ് കോൺഗ്രസിന് എത്രമാത്രം ഗുണം ചെയ്യും? തെലങ്കാനയിലെ തലയെടുപ്പുള്ള ഒരേയൊരു നേതാവായി മാറുമോ കെ ചന്ദ്രശേഖര റാവു? തെലങ്കാന സമരത്തെ പിന്തുണച്ചവരും വഞ്ചിച്ചവരും നാടകം കളിച്ചവരുമൊക്കെ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ജനവിധി എന്താകും തെലങ്കാന എന്ന പുതിയ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാവി? സീമാന്ധ്രയിൽ നിന്ന് തിരിച്ചടി നേരിടുന്ന കോൺഗ്രസിന് തെലങ്കാനയും തുണയായില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്ത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇക്കുറി ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. అడుగడుగో అడుగో చూడు అమెరికోడొస్తుండు అడుగడుగో అడుగో చూడు అమెరికోడొస్తుండు బాంబుల సంచులతోను అమెరికోడొస్తుండు బందూకులు లోడు చేసి అమెరికోడొస్తుండు తల్లి భారతీయదల మీద పాదాలు మోపిండు చూడు అడుగడుగో అడుగో చూడు అమెరికోడొస్తుండు. ആദിലാബാദ്, കരീംനഗർ, നിസാമാബാദ്, മേധക് തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പ്രതീക്ഷയില്ല. ചിരഞ്ജീവിയും TRS സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ ചേർന്ന വിജയശാന്തിയുമാണ് കോൺഗ്രസിന്റെ പ്രചാരകർ. പക്ഷേ ഇവർക്ക് എത്രത്തോളം വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിലോ അസംബ്ലി സീറ്റുകളിലോ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമുണ്ടാവില്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അസംബ്ലിയിൽ 40 മുതൽ 50 സീറ്റ് വരെയാണ് കോൺഗ്രസ്, TDP, TRS എന്നിവയ്ക്ക് ലഭിക്കുമെന്ന് കരുതപ്പെടുന്നത്. അങ്ങനെയായാൽ കോൺഗ്രസുമായി കൂട്ടുചേരാനും TRS തയ്യാറായേക്കും. അങ്ങനെ വന്നാൽ 8 മുതൽ 10 വരെ സീറ്റ് ലഭിച്ചേക്കാവുന്ന MIMന്റെ നിലപാട് നിർണായകമാവും. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളവയാണ് വാറങ്കൽ, കരീംനഗർ, ആദിലാബാദ് മണ്ഡലങ്ങൾ. മേഖലയിലെ മാവോയിസ്റ്റ് നേതാക്കളെ ചന്ദ്രബാബു നായിഡുവിന്റെയും YS രാജശേഖർ റെഡ്ഡിയുടെയും കാലത്ത് വധിച്ചിരുന്നു. പലരും ഇപ്പോൾ ദണ്ഡകാരണ്യത്തിലും ബസ്തർ മേഖലയിലുമാണ് ഉള്ളത്. തെലങ്കാന രൂപീകരണത്തോടെ ഇവർ മടങ്ങിയെത്താനുള്ള സാധ്യതയും കാണുന്നു. മാവോയിസ്റ്റുകൾ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. Home Minister has not given any statement, but the Joint Secretary in the Home Ministry has given a statement, and the Election Commission also has said that you withdraw the boycott call. So this time you see the trend in the elections that, of course, all the political parties are campaigning for their candidates, for their prime ministerial candidates, and all that. The Election Commission is campaigning to people to franchise their vote, saying that franchising the vote is a very sacred duty, and it's also, it seems, recently they made a film by Amitabh Bachchan that if you don't vote, you don't have any claim to ask from the people. I think this is very absurd and very unconstitutional thing, because as a citizen we claim many things. It's not because we are voter. It's a fascist claim also. Yes, it's a fascist claim also. People have a right to demand from the government anything. People, it's not only 18 years people. Children have a right to ask the government. The old people have a right to. There are many people, even today, most people don't go for polling booths than they go. Always the percentage is more. They may cook up many numbers, but it's true. മുഖ്യധാര ഇടത് പാർട്ടികളുടെ കാര്യമാണ് പരിതാപകരം. ഒരു കാലത്ത് ഇടത് രാഷ്ട്രീയം ശക്തമായിരുന്നു ആന്ധ്രയിൽ. പക്ഷേ ഇന്നവർ വിരലിലെണ്ണാവുന്ന സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. CPIയും കോൺഗ്രസും തെലങ്കാനയിൽ സഖ്യത്തിലാണ്. CPI സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ നാരായണ കോൺഗ്രസ് പിന്തുണയോടെ ഖമ്മം ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നു. ഖമ്മത്ത് 2 അസംബ്ലി സീറ്റുകൾ ലഭിച്ചിരുന്നു CPIക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. നാൽഗോണ്ട ലോക്സഭാ മണ്ഡലമാണ് ഇടത് പാർട്ടികളുടെ സാന്നിധ്യമുള്ള മറ്റൊരു സീറ്റ്. നാൽഗോണ്ടയിൽ CPMനും CPIക്കും ഓരോ അസംബ്ലി സീറ്റ് വീതമാണ് ഉള്ളത്. തെലങ്കാന രൂപീകരണത്തെ എതിർത്ത CPM 2 ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്നു. YSR കോൺഗ്രസുമായി സീറ്റ് ധാരണയിലെത്തിയ CPM നേരത്തെ പ്രഖ്യാപിച്ച 5 സീറ്റുകളിൽ 3 സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു. നാൽഗോണ്ടയിലും ഭുവൻഗിരിയിലുമാണ് CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. പക്ഷേ തെലങ്കാനയിൽ കാര്യമായ സ്വാധീനമില്ലാത്ത YSR കോൺഗ്രസുമായുള്ള സഖ്യം CPMന് കാര്യമായി ഗുണം ചെയ്യില്ല. 38 അസംബ്ലി മണ്ഡലങ്ങളിലും CPM മത്സരിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ ഇലക്ഷൻ ഹൈവേ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു മണ്ഡലത്തിലെ പോരാട്ട വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.